അജയരാജിനെയാണ് കണ്ടെത്താനുള്ളത്. മലിനീകരണം സംബന്ധിച്ച പരാതി മാത്രമാണ് വന്നതെന്ന് ജില്ലാ കളക്ടർ പറയുന്നു. ജില്ലാ കളക്ടറുടെ പ്രതികരണത്തിലേക്കാണ് ആദ്യം. കോറിക്കെതിരെയുള്ള പരാതികൾ ഈ കോറിക്കെതിരെ ഒരു കോറി ഹിയറിംഗ് നടക്കുന്ന വേറൊരു സമയത്ത് ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരാതികൾ ആളുകൾ നാട്ടുകാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവിടെ ഈ കോറിയിലെ പെർമിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോറി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ കോറിയിൽ നിന്നും വെള്ളം ഒരു ഇവിടെ പൊല്യൂട്ട് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് അന്ന് റിപ്പോർട്ട് തന്നിരുന്നത്. അതുകൊണ്ട് നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടിരുന്നത്. അത്തരം പരാതി ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടില്ല ശ്രദ്ധപ്പെട്ടില്ല എന്നാണ്. അപ്പോൾ കളക്ടറുടെ ഈ പരാമർശത്തിനെതിരെ നാട്ടുകാരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയല്ല, കുറച്ച് മുൻപ് തന്നെ കാലങ്ങളായി തന്നെ പരാതികളൊക്കെ നൽകിയിരുന്നു എന്നുള്ള നാട്ടുകാരുടെ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. ശ്രീരാജ് ബാബു ഉണ്ട് സംഭവ സ്ഥലത്ത്. നമുക്കിപ്പം ശ്രീരാജെ, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു ശ്രീരാജ്? പിന്നെ കളക്ടറുടെ ഇപ്പോഴത്തെ പരാമർശം നമ്മൾ കേട്ടു, അതിനെതിരായ നാട്ടുകാരുടെ ഈ പരാമർശങ്ങളും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ. തീർച്ചയായും സേതു, നിലവിൽ 20 അംഗ RTF സംഘവും അതുപോലെ തന്നെ 27 അംഗ പ്രത്യേക പരിശീലനം ലഭിച്ച NDRF സംഘവും ചേർന്നാണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അവർ വടം കെട്ടി ഓരോ ആളുകളായി താഴേക്ക് ഇറങ്ങുകയാണ്. അത് RTF ടീമാണ്, ഫയർഫോഴ്സിൻ്റെ RTF ടീമാണ് നിലവിൽ ഇപ്പോൾ വടം കെട്ടി താഴേക്ക് ഇറങ്ങുന്നത്. ഉറപ്പുള്ള ഭാഗത്ത് വടം കെട്ടി ഈ അപകടം നടന്ന ഭാഗത്തേക്ക്, ഈ തകർന്ന ഹിറ്റാച്ചി കിടക്കുന്ന ഭാഗത്തേക്ക് ഓരോ ആളുകളായി RTF സംഘങ്ങൾ ഇറങ്ങുകയാണ്. നിലവിൽ ആ ഹിറ്റാച്ചിക്കുള്ളിലാണ് ഈ രണ്ടാമത്തെ ആളുള്ളത് എന്ന വിലയിരുത്തലാണ് നിലവിൽ ഉള്ളത്. ബീഹാർ സ്വദേശി ഈ ഹിറ്റാച്ചിക്കുള്ളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് നിലവിൽ ഉള്ളത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ ഈ RTF ടീമും അതുപോലെ തന്നെ NDRF ടീമും ഇവിടെ എത്തിയിരുന്നു. തുടർന്ന് പ്രത്യേക പ്ലാൻ തയ്യാറാക്കി ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയ ശേഷം ഏറെ കരുതലോടെയും സുരക്ഷാ മാനദണ്ഡങ്ങളടക്കം പാലിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. കാരണം നമ്മൾ ഇന്നലെ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഈ ആദ്യ അപകടം നടന്ന അതേ ഭാഗത്ത് തന്നെ കൂടുതൽ വലിപ്പമുള്ള പാറകൾ ഇളകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ ആളെ കണ്ടെത്തി ഏകദേശം അരമണിക്കൂർ പിന്നിട്ടപ്പോൾ മാത്രമായിരുന്നു അത്തരത്തിലൊരു അപകടം ഉണ്ടായത്. തലനാരിഴയ്ക്കാണ് ഫയർഫോഴ്സ് അവിടെ നിന്നും പിന്മാറിയിട്ട് അരമണിക്കൂർ പിന്നിട്ടപ്പോഴായിരുന്നു അത്തരത്തിലൊരു അപകടം ഉണ്ടായിരുന്നത്. അല്പസമയം കൂടി മുൻപേ ഇത്തരത്തിലൊരു പാറ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ വലിയ ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമായിരുന്നു. എന്തായാലും സന്ധ്യയോടുകൂടി ഈ ഇന്നലത്തെ തെരച്ചിൽ. ശ്രീരാജ്, ഇപ്പോൾ അവിടെ ഏത് തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ശ്രീരാജ് നടക്കുന്നത്? സേതു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറപ്പുള്ള ഭാഗത്ത് വടം കെട്ടിയ ശേഷം ഈ താഴേക്ക് ഈ അപകടം നടക്കുന്ന സ്ഥലത്തേക്ക് RTF സംഘാംഗങ്ങൾ എത്താൻ പാകത്തിൽ വടം കെട്ടിയ ശേഷം അവർ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. ഇപ്പോൾ 2 പേർ RTF സംഘാംഗത്തിലെ 2 പേർ നിലവിൽ ആ ഹിറ്റാച്ചിക്ക് സമീപം എത്തിയിട്ടുണ്ട്. ആ ഹിറ്റാച്ചിക്കുള്ളിലാണ് രണ്ടാമത്തെ ആൾ കുടുങ്ങിക്കിടക്കുന്നത് എന്ന നിഗമനമാണ് അവർക്കുള്ളത്. വലിയ പാറ കഷ്ണങ്ങൾ അതുപോലെ തന്നെ പാറ ചീളുകളെല്ലാം തന്നെ ആ ഹിറ്റാച്ചിക്ക് മുകളിലായി, വാഹനത്തിന് മുകളിലായി പൂർണ്ണമായും വീണ സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ പാറയും പാറ കഷ്ണങ്ങളും അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമാകും ഇത്തരത്തിലുള്ള അയാളെ പുറത്തെടുക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ RTF സംഘം ആ ഹിറ്റാച്ചിക്ക് സമീപം കാരണം NDRF സംഘങ്ങളടക്കം ഇത്തരത്തിൽ വടം കെട്ടി താഴേക്ക് ഇറങ്ങുന്നുണ്ട്. 2 RTF സംഘങ്ങളാണ് ഇപ്പോൾ ഹിറ്റാച്ചിക്ക് സമീപം എത്തിയിട്ടുള്ളത്. ചെറിയ പാറക്കഷ്ണങ്ങൾ അവർ കൈകൊണ്ട് നീക്കുകയാണ്. മനുഷ്യസാധ്യമായ തരത്തിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. ക്രെയിൻ അടക്കം ആ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഈ ആളുകൾക്ക് മനുഷ്യസാധ്യമായ തരത്തിൽ ഈ പാറകൾ മാറ്റുന്ന നടപടികളിലേക്കാണ് നിലവിൽ
RTF സംഘവും അതുപോലെ തന്നെ NDRF സംഘവും കടന്നിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ആ വാഹനം പൂർണ്ണമായും ഈ പാറ കഷ്ണങ്ങൾക്കും മണ്ണിനും അടിയിലായ സാഹചര്യമാണ്. വളരെ കുറച്ചു ഭാഗം മാത്രമേ ആ വാഹനത്തിന്റെ പുറത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും പാറ കഷ്ണങ്ങളും മണ്ണും അവിടെ നിന്ന് നീക്കിയാൽ മാത്രമാകും ഉള്ളിൽ ഉള്ള ആളിനടുത്തേക്ക് എത്താൻ സാധിക്കുക. ശ്രമകരമായ ദൗത്യം തന്നെയാണ് NDRF സംഘവും അതുപോലെ തന്നെ RTF സംഘവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യസാധ്യമായി കൈകൊണ്ട് ആ പാറച്ചീളുകളെല്ലാം മാറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ഈ പാർട്ടികൾക്കും അവിടെ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട്. ശ്രീരാജ്, ഇപ്പോ കളക്ടറുടെ പ്രതികരണം ഇപ്പൊ നമ്മൾ കേട്ടതാണ്. ഈ ക്വാറിക്കെതിരെ നേരത്തെ വലിയ പരാതികളൊന്നും വന്നിരുന്നില്ല, മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ മാത്രമാണ് ലഭിച്ചെന്നുള്ള കളക്ടറുടെ പ്രതികരണം. പക്ഷേ കളക്ടർ പറഞ്ഞത് തെറ്റാണെന്നുള്ള നാട്ടുകാരുടെ പ്രതികരണവും നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടോ ശ്രീരാജ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദേശവാസികളായിട്ട് ആളുകൾ ഏറെക്കാലം കൊണ്ട് തന്നെ ഈ കോറിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ ഇന്ന് രാവിലെ അത്തരത്തിലുള്ള ലൈസൻസ് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുവെങ്കിൽ പോലും ആളുകൾ പറയുന്നത് ജിയോളജി വകുപ്പടക്കം ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതാണെന്ന് സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം മറികടന്ന് ലൈസൻസ് നൽകുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കോറിക്കുള്ളിലേക്ക് പ്രദേശവാസികളെ കടത്തി വിടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ ഈ ഭാഗത്തേക്ക് ഒരുപാട് ആളുകൾ എത്തിയത് രക്ഷാപ്രവർത്തനത്തിന് അടക്കം തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് പുറത്തു നിന്നും അകത്തേക്ക് കയറാൻ കഴിയാത്ത തരത്തിൽ ഗേറ്റിന് മുന്നിൽ ആളുകളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് രാവിലെ കളക്ടർ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിഷേധവുമായി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു, പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ജില്ലാ കളക്ടർക്ക് മുൻപിലും ഈ കോറിയെ സംബന്ധിച്ചുള്ള നിരവധി പരാതികൾ നൽകിയിരുന്നുവെന്നും ഒരു തവണ പോലും ഈ പ്രദേശവാസികളുടെ പരാതി കേൾക്കാനോ അല്ലെങ്കിൽ പരിശോധന നടത്താനോ ജില്ലാ കളക്ടർ എത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആളുകൾ പറയുന്നത് ഈ കോറി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണെന്നും